ഇന്ന് രാവിലെ തന്നെ കുളിച്ചു. രാവിലെ എന്നൊന്നും ഞാൻ പറയില്ല, ഒരു 8:30 ആകുമ്പോൾ ഞാൻ കുളിച്ചത്. രാവിലെ കുളി പതിവില്ല, ഇപ്പം ആണെങ്കിൽ തണുപ്പും കൂടിയാണ്, അപ്പോൾ ഒട്ടുമില്ല. ഇപ്പം എന്താ കുളിച്ചതെന്നല്ലേ പറയാം. ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ, സ്വീറ്റ് കോണും ചായയും. രാവിലെ എഴുന്നേറ്റ് കുളിക്കണം എന്നുള്ള ഒറ്റ കാരണത്താൽ ഞാൻ ഈ നോൽമ്പുകളൊന്നും എടുക്കാറില്ല. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു തോന്നൽ, ഒന്ന് നോൽമ്പെടുത്താലോ എന്ന്. ഇങ്ങനെയുള്ള ഉൾവിളികളൊന്നും എനിക്ക് പൊതുവേ ഉണ്ടാവാറില്ല. പിന്നെ ഒന്നും ആലോചിക്കാൻ നിന്നില്ല, അങ്ങ് എടുത്തു. വീട്ടിൽ നിന്ന് നോൻപെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മ പറയുന്ന ചിട്ട ഫോളോ ചെയ്യണം. ഇവിടെ അതൊന്നുമില്ലല്ലോ, എനിക്ക് എന്തൊക്കെയാണോ തോന്നുന്നത് അതങ്ങ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തിങ്കളാഴ്ച നോൻപാണ്. ചായ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പഴം കഴിച്ചു. നോൻപിന് ഒരു നേരം അരിഭക്ഷണം കഴിക്കാം, പക്ഷെ ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് ഫ്രൂട്ട്സൊക്കെ കഴിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എത്രത്തോളം പോകുമെന്ന് എനിക്കറിയില്ല, കാരണം ചെറുതായിട്ടൊരു വിശപ്പിൻ്റെ സൂക്കേട് എനിക്കുണ്ട്. ഇനി വെറുതെ ഇരിക്കുന്ന പരിപാടിയാണ്. വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മോസ്റ്റ്ലി കാണാറ് നമ്മൾ അലിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കോമഡി സീരിയലാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല രസമാണ്, സമയം പോകുന്നത് അറിയില്ല. മുടിയൊക്കെ നൈസായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും. അപ്പം ഒന്ന് ഞാൻ ചീവി നന്നായിട്ട് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഓരോ പരിപാടികളൊന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, എല്ലാത്തിനും ഒരു പ്രത്യേകത. ഒരു 12:45 ആയപ്പോഴത്തേക്കും എനിക്ക് നല്ല വിശപ്പ് വന്നു. ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചു. ഇടയിൽ വിശക്കുമ്പം വെള്ളം കുടിച്ചിട്ട് അങ്ങ് വിശപ്പ് തീർക്കും. പിന്നെ കുറച്ച് ഉറുമാമ്പഴം കൂടെ കഴിച്ചു. ഇവിടെ ഒമാനീസിൻ്റെ ഒരു വാഴത്തോട്ടമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനും ഇവിടെയുള്ള എൻ്റെ ഫ്രണ്ടും കൂടെ അവിടെ പോയി കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് വാഴേൻ്റെ ഉള്ളിലുള്ള ഉണ്ണിക്കാമ്പും ഒക്കെ പറിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ പോയത് അവരുടെ റൂമിലേക്ക് ആയതുകൊണ്ട് സാധനമൊക്കെ അവിടെ തന്നെ വെച്ചു. പിന്നെ ഞാനിന്ന് അത് പോയി എടുത്തുകൊണ്ട് വന്നു. പിന്നെ ചെറുതായിട്ട് വിശക്കണ പോലെ തോന്നിയപ്പം യോഗേർട്ട് കഴിച്ചു, മാംഗോ ഫ്ലേവർ യോഗേർട്ട്. പിന്നെ ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരുവിധം ഒക്കെ എനിക്കിഷ്ടമാണ്. ഞാൻ ഈ കരിവേപ്പില, മല്ലിയില, പച്ചമുളക് ഇതെല്ലാം സെപ്പറേറ്റ് ഇതേപോലെയുള്ള പാത്രത്തിലിട്ട് വെക്കും. ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് 2-3 ആഴ്ച നന്നായിട്ട് ഫ്രഷ് ആയിട്ട് തന്നെയുള്ള സാധനം കിട്ടും. പിന്നെ എനിക്ക് ഫ്രിഡ്ജിൽ നിന്ന് പെട്ടെന്ന് എടുക്കാനും സുഖമാണ്. അടുത്ത പരിപാടി നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റം റെഡിയാക്കുക എന്നുള്ളതാണ്. പത്തിരി ചെറുപയർ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത്. പത്തിരി എല്ലാം രാവിലെ 6:30 ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പത്തിരി എല്ലാം കുഴച്ച് പരത്തി ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. പത്തിരി കുഴച്ച് വെച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് വെക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ പോയി ചായ കുടിച്ചു. കട്ടൻ ചായയും മക്കാനയും. അത് കഴിഞ്ഞ് പത്തിരി ഓരോന്നോരോന്ന് പരത്തി ഫ്രിഡ്ജിലേക്ക് കയറ്റി. നിജി വന്നതിന് ശേഷം ഡിന്നർ കഴിച്ചു. നിജിക്ക് പത്തിരിയും മീൻ കറിയും മീൻ പൊരിച്ചതും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഓട്സാണ് കഴിച്ചത്. ലാസ്റ്റ് കുറച്ച് സ്വീറ്റ് ലെമണും കൂടെ കഴിച്ച് ഇന്നത്തേക്ക് വിടാം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി.